ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ദാബ സ്റ്റൈലിലുള്ള ഒരു പാലക് പനീറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ടേസ്റ്റിയുമായി ചെയ്തെടുക്കുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പാലക് പനീർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത പാലക്കാണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് തന്നെയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രം എടുത്ത് അതിൽ കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ലിറ്ററോളം ഉണ്ടാവും കേട്ടോ. ഇതിനങ്ങനെ കണക്കൊന്നുമില്ല, കുറച്ച് അല്പം കൂടുതലായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പഞ്ചസാര ചേർത്തത് എന്തിനാന്ന് വെച്ചാൽ ഈ പഞ്ചസാര ചേർത്ത് ഇങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് ഒട്ടും തന്നെ നഷ്ടപ്പെടില്ല കേട്ടോ. ഇനി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റി ഐസ് വാട്ടറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് ടിപ്പാണ്. ഇങ്ങനെ ഐസ് വാട്ടറിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും ഇതിന് ഒട്ടും കളർ ചേഞ്ച് ഇല്ലാണ്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 1 മിനിറ്റ് വരെ ഇരിക്കട്ടെ. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മളുടെ ഈ പാലക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടാവുകയും അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു പിടി നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി മല്ലിയില എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഈ മല്ലിയിലയുടെ ഒപ്പം തന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതങ്ങ് വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അടുത്തതായി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു വലിയ സവോള അരിഞ്ഞതാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഒരു 8 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, ചോപ്പ് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത്, മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അടുത്തതായി ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ്. ഏത് വെജിറ്റബിൾ ഓയിലും എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് പനീറാണ്. 300 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് മസാലകളൊന്നും പുരട്ടിയിട്ടില്ല. ജസ്റ്റ് ആ പനീർ എണ്ണയിലേക്ക് വെച്ച് ഒന്ന് ഗോൾഡൻ കളറാവുന്നവരേക്കും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയതാ ഈ ഒരു പാകം മതിയാവും കേട്ടോ. ജസ്റ്റ് ആ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന അത്രയും മതിയാവും. ഇനി ഞാനിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ബാക്കി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ എണ്ണയുടെ ഒപ്പം നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒരു ഡാബ സ്റ്റൈലിലുള്ള പനീർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളത്. പിന്നെ 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ചെറിയതായതുകൊണ്ടാണ് 4 കഷ്ണം പട്ട എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണ് എടുക്കുന്നതെങ്കിൽ 2 പീസ് എടുത്താൽ മതിയാവും. പിന്നെ ഒരു 4 ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, ഒരു 8 എണ്ണം ഉണ്ട്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഒരു ചെറിയ മീഡിയം ടൈപ്പ് വലിപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു മണം വരില്ലേ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിലൊക്കെ കിടന്ന് മൂക്കുന്ന ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ ഇട്ട് കൊടുത്ത ഗാർലിക് അല്ലാതും. ഇനി ഞാനിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുകയാണേ. ഇപ്പം നമ്മൾ ആ ഇട്ട് കൊടുത്ത സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് സവോളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ 1-2 തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് വഴറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്.
അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ക്യുമിൻ സീഡിൻ്റെ പൗഡർ, അതായത് ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ പൗഡറുകളെല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഞാനിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നതിൻ്റെ ക്ലിപ്പ് വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണേ. നമ്മൾ ആ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ നന്നായിട്ട് ഇതിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് ഞരടി കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ആ കമ്പുകളൊന്നും ഇതിലേക്ക് വീഴാതിരിക്കും. ഈ കറിയിൽ അങ്ങനെ അതിൻ്റെ ആ ഒരു കമ്പൊക്കെ അതിലുണ്ടാവേ, അതൊക്കെ വീണ് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു അത്ര നന്നാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ അരിപ്പയിൽ ബാക്കിയുള്ളത് നമുക്കിനി വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഈ കസൂരി മേത്തിയും കൂടി നന്നായിട്ടങ്ങ് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് 3 സ്പൂൺ തൈര്, ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ബീറ്റ് ചെയ്തതാണ്, മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ തൈര് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ പാലക്കില്ലേ, നോക്കൂ അതിൻ്റെ മിക്സ് കണ്ടോ, പാലക്ക് ഒട്ടും തന്നെ കളറ് മാറിയിട്ടില്ല. പാലക്കും മല്ലിയിലയും പച്ചമുളകും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒരല്പം മാത്രം വെള്ളം ഇതിനോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്രീമും കൂടെ ചേർത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ പനീറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ പനീറും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിതൊരു ധാബ സ്റ്റൈലിൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും അതിൻ്റെ മുകളിൽ നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഡെക്കറേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. നോക്കൂ, അതിന് കറക്റ്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയ പീസ് പനീർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല അവിടെ ആയിട്ട് വൈറ്റ് കളർ കാണാറില്ലേ, അതേപോലെ കറക്റ്റ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി അടുത്തതായി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുക. അതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു പിഞ്ച് ജീരകം, ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പിഞ്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. നമുക്കപ്പോൾ ഇത് നമ്മളുടെ പാലക് പനീറിൻ്റെ മുകളിലേക്ക് നല്ല ഭംഗിയായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡെക്കറേഷനായി തീരും ഇത് കേട്ടോ. നോക്കൂ, നല്ല ഭംഗിയില്ലേ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ റെഡിഷ് കളറിലൊക്കെ കാണുമ്പോൾ. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ 2 സവോള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് മല്ലിയിലയുടെ ഒരു കഷ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ പാലക് പനീർ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.